തിരിച്ച് വോട്ട് ചെയ്യാൻ വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാത്ത് കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ടോ? എന്താണ് അവിടുത്തെ ലോക്കൽ കോൺഗ്രസ്സുകാരുടെ മൂഡ്? എന്താണ്? പാർട്ടി പുറത്താക്കിയാലും പഴയതുപോലെ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും, കൂടെ കൂടും, മുദ്രാവാക്യം വിളിക്കും എന്ന മട്ടാണോ അവിടുത്തെ കോൺഗ്രസ്സുകാർക്കുള്ളത്? ചോദിക്കാവോ പരമാവധി കോൺഗ്രസ്സുകാരോട് എന്താണ് അദ്ദേഹത്തെ പുറത്താക്കിയ തീരുമാനം അംഗീകരിക്കുന്നുണ്ടോ അതോ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഇനി ഉണ്ടാവുമെന്ന്? നിഷാദ്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമുക്കറിയാം, ഈ ഒരു ആരോപണം ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് രാഹുൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിയത്. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വിവിധ സ്ഥാനാർത്ഥികൾക്കായി വീടാന്തരം കയറി ഈ രാഹുൽ ഒരു പ്രചാരണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് ഈ 24-ാം ഡിവിഷൻ, രാഹുലിന്റെ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയെ അടക്കം നിശ്ചയിച്ചത് രാഹുലാണ് എന്നുള്ള ഒരു ആക്ഷേപവും ഉയർന്നിരുന്നു. കാരണം ഇവിടെ കോൺഗ്രസിനൊരു വിമത സ്ഥാനാർത്ഥിയുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഈ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീടാന്തരം കയറി പ്രചരണം നടത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വാർഡ് കേന്ദ്രീകരിച്ച് രാഹുലിനെ കാത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളും കാത്തിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രധാനമായും നമുക്ക് ഇവിടെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇപ്പൊ രാഹുൽ വോട്ട് ചെയ്യാനെത്തോ? വോട്ട് ഒരാളുടെ അവകാശമല്ലേ, ആള് വന്ന് ചെയ്തിട്ട് പോയിക്കോട്ടെ, അതെല്ലാവർക്കും ഉള്ള അവകാശമാണല്ലോ. വരുന്നുണ്ടോ അത് അറിയില്ല, അതിനെ കുറിച്ച് അറിയില്ല. ആള് വന്നിട്ട് അല്ല, അതൊരു പൗരന്റെ അവകാശമല്ല വോട്ട് ചെയ്യുന്നത്. ആള് വന്ന് ചെയ്തിട്ട് പോയിക്കോട്ടെ. പാർട്ടി ഇല്ല, അത് നമുക്കറിയില്ല. പാർട്ടി പുറത്താക്കിയാലും ആൾക്ക് ചെയ്യാനുള്ള അവകാശം ഉണ്ടല്ലോ, വോട്ട് ചെയ്യാനുള്ള. ആള് ചെയ്തിട്ട് പോട്ടെ. നിലവിൽ ഇതാ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർഡിലെ UDF സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളിപ്പോൾ ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ രാഹുൽ വോട്ട് ചെയ്യാനെത്തോ? ഔദ്യോഗികമായിട്ട് അറിവില്ല. അല്ല, പ്രധാനമായി താങ്കൾക്കടക്കം പ്രചാരണത്തിന് എത്തിയതായിരുന്നു. താങ്കളുടെ സ്ഥാനാർത്ഥി എത്തിയതിനടക്കം വലിയ ഒരു പിന്തുണ നൽകിയ ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ എങ്ങനെയാണ് രാഹുൽ എത്തോ? കോടതിയുടെ പരിഗണനയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ വരുന്നതിൽ നിയമ തടസ്സങ്ങളൊന്നുമില്ല. വോട്ട് ചെയ്യാൻ വരുന്നതും ഇല്ലാത്തതും അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. ഇത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇവിടെ CPM പ്രവർത്തകരടക്കം ഇവിടെ നിലവിലുണ്ട്. ഇപ്പൊ രാഹുൽ സ്ഥാനാർത്ഥി ഇവിടെ വോട്ട് ചെയ്യാനെത്തോ? രാഹുൽ MLA വോട്ട് ചെയ്യാനെത്തിയാൽ ഞങ്ങൾക്ക് കൂടും കിട്ടും. വോട്ട് ചെയ്യാൻ എത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. അദ്ദേഹം എത്തിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. LDF രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ വരണം. MLA ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെന്നൊക്കെയാണ്. വ്യക്തിയുടെ സ്വാതന്ത്ര്യം തന്നെ വോട്ട് ചെയ്യണമെന്ന് വരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. വോട്ട് ചെയ്യാൻ വരട്ടെ, അപ്പോൾ നമുക്ക് കാണാം. ഒന്നില്ലെങ്കിൽ ഈ നിയോജകമണ്ഡലം MLA ആണല്ലോ, വോട്ട് ചെയ്യാനും കൂടി വരാത്ത ഒരു MLA നമുക്ക് ആവശ്യമുണ്ടോ? സാധാരണ ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? ചിന്തിക്കാൻ പറയും. നിലവിൽ MLA എങ്ങനെയാണ് MLA നിങ്ങൾ കാണുന്നത്? ഞങ്ങളെ ഓപ്പോസിറ്റ് പാർട്ടിയാണ്. ഞങ്ങൾ എങ്ങനെ കാണുന്നില്ല, ജനങ്ങൾ എങ്ങനെ കാണുന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ഞങ്ങളൊരു ഓപ്പോസിറ്റ് പാർട്ടി, ഇങ്ങനെ ഒരു MLA ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ജനങ്ങളോട് ചോദിക്കൂ. ഇടതുപക്ഷത്തിന്റെ കാര്യങ്ങൾ ഇടതുപക്ഷം പറഞ്ഞല്ലോ. ഇത് തന്നെയാണ് നിഷാദ് ഇവർ പറയുന്നത്. പ്രധാനമായി വോട്ട് രേഖപ്പെടുത്താൻ അതൊരു പൗരന്റെ ഒരു അവകാശമാണ്, അത് രേഖപ്പെടുത്താൻ എത്തട്ടെ എന്നാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരും പറയുന്നത്. CPM പ്രവർത്തകരും അങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും പതിവ് പോലെ ഇവിടെ ഈ ഒരു ബൂത്തിന് സമീപത്തായി രാഹുലിനെ കാത്തി ഇരിക്കുകയാണ്. യൂനിസ്, അവരാരും ഈ ഇദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല. യൂനിസ് കേൾക്കുന്നുണ്ടോ? പുറത്തായിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർക്കും പ്രിയപ്പെട്ടവനാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വൈകിട്ടോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്നും ഇവർ പറയുന്നുണ്ട്. കാരണം വോട്ടൊരു